പിന്നെ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കാം. നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് ആണെങ്കിൽ കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് എടുത്ത് മാക്സിമം അത് എൻജോയ് ചെയ്യാൻ നോക്കിയാൽ നമുക്കൊരു പ്രോസസ്സിന്റെ പാർട്ടായിട്ട് അങ്ങനെ തോന്നില്ല. നമ്മൾ ചെയ്യുന്ന ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുന്ന പോലെ നമുക്ക് അത് ചെയ്യുള്ളൂ. ടൈം തന്നെയാണ് എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാവർക്കും വരുന്ന ഒരു ചാലഞ്ച് ടൈം ആയിരിക്കും. എക്സാം വന്ന് സ്റ്റാർട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കുന്ന ഒരു ടൈം ആയിരിക്കും ബേസിക്കലി. അത് നമ്മളെ കയ്യിലുള്ള കൺട്രോളിലുള്ള ഒരു സാധനമല്ല. നമ്മൾ മാക്സിമം നമ്മൾ എന്താണ് ആ ഒരു പീരീഡ് യൂട്ടിലൈസ് ചെയ്യാനേ ഉള്ളൂ. ഞാൻ ആ രീതിയിൽ വിചാരിച്ചുള്ളൂ ബേസിക്കലി. നമ്മൾ കൂടുതൽ ടെൻസ്ഡ് ആയ എല്ലാവരെയും പോലെ തന്നെ കുറച്ചൊക്കെ ടെൻഷൻ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ടെൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്കിത് കവറപ്പ് ചെയ്യാൻ കഴിയണമെന്നില്ല. ബിടെക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ ലെവലിലായിരിക്കണം ഒരു നിർബന്ധമില്ല. ഞാൻ ബേസിക്കലി ഒരു ആവറേജ് രീതിയിലാണ് നമ്മളെല്ലാം ഞാനൊക്കെ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിത് കീപ്പ് ഓൺ ട്രൈങ്. അപ്പൊ അടുത്ത എക്സാമിലേക്ക് അത് കണ്ടിന്യൂ ചെയ്യുക. ടച്ച് വിടാതെ ബേസിക്കലി നോക്കും. എവിടെയായാലും ഒരു പോയിന്റിൽ റിസൾട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി എനിക്ക് 90% സ്റ്റുഡൻസും അതായിരിക്കും ഫോളോ ചെയ്യുന്നത്. അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. എന്തായാലും നമ്മളൊരു മെമ്മറിയെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ നോട്ട്സ് ചെയ്തേക്കാൻ. നമ്മൾ എത്രയും ഒരു വർഷം എഴുതി അത്രയും നല്ലത്, വീണ്ടും വീണ്ടും എഴുതി അത്രയും നല്ലതെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വൺസ് എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോയി. ആ എക്സാം എഴുതുന്ന പോയിന്റ് വരെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞ പോലെ റിസൾട്ടിന്റെ ബേസിസ് നോക്കുക. പിന്നെ ആ ഒരു റിസൾട്ട് വരുന്ന പോലെ അടുത്തതിന് നമ്മൾ ടാർഗറ്റ് ടച്ച് ചെയ്യുന്നവരെ അടുത്ത് നമ്മൾ വിടായിരിക്കും. ഒരു സബ്ജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അടുത്ത സബ്ജക്റ്റിൽ പോകുന്ന ഞാൻ വിചാരിക്കുന്ന ഒരു സബ്ജക്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി അത് കവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ കൺസെപ്റ്റ് നല്ല രീതിയിൽ. അപ്പൊ കൺസെപ്റ്റ് വൺസ് നമുക്ക് കുറേയൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആവണമെന്നില്ല. പെട്ടെന്ന് ഒരു ഫസ്റ്റ് ടൈം പഠിക്കുന്ന സമയത്ത് ആവണമെന്നില്ല. സെക്കൻഡോ തേർഡോ പറഞ്ഞ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ തുടക്കത്തിലൊരു ഫൗണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബേസിക്കലി എൻജോയ് ചെയ്ത് പഠിക്കാൻ കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കുറെ പേര് എനിക്കറിയാം ന്യൂമറിക്കലിനെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പഠിക്കുന്നത് അറിയാം. നമുക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ ബേസിക്കലി നമ്മൾ തിയററ്റിക്കലി അത് നമ്മൾ ബേസിക്കലി കവറപ്പ് ചെയ്തതിന് ശേഷം അത് കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയതിനു ശേഷം എനിക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ എന്തും ആയിക്കോട്ടെ. ഒൺലി തിങ് ചേഞ്ച് ദ സിലബസ് ആയിരിക്കും ചിലപ്പോൾ ചേഞ്ച്. നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്ട് ബേസിക്കലി കൺസെപ്റ്റ്സ് കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, ടൈം കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഹാപ്പി ആയിരുന്നു. നമ്മളൊരു ടാർഗറ്റ് നമ്മൾ വിചാരിച്ചൊരു ജോലി നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ റാങ്ക് വലിയ കാര്യം തന്നെ. വളരെ ഹാപ്പി ആയിരുന്നു.